നമസ്കാരം. നമ്മളിപ്പം ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ആദ്യമായിട്ട് ഇന്ന് രാവിലെ മുതലുള്ള ഒരു ദിവസത്തെ എൻ്റെ കാര്യമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം കുഞ്ഞില്ല, അവിടെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയേക്കുക. പിന്നെ ആണെങ്കിൽ രാവിലെ ഞാൻ അരിയിടാൻ വെള്ളം വെച്ചു, ദോശ രണ്ടെണ്ണം ചുട്ടു. അപ്പോഴാണ് ഓർത്തെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ച് മാങ്ങ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നെ മാങ്ങ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പഴുത്ത മാങ്ങ, ഇപ്പം എല്ലായിടവും പഴുത്ത കണ്ടില്ല, പുളിശ്ശേരി വെക്കാം. പിന്നെ അരി ഇടണം, പിന്നെ ദോശയ്ക്ക് സമ്മന്തി അരയ്ക്കണം. അപ്പം നമ്മൾ ദോശ ചുടുന്നത് ഒന്ന് കാണിക്കും. അപ്പം നമ്മൾ 2 ദോശ ഞാൻ ചുട്ടു. ഇനി ഇത് 3ാമത്തെ ദോശ. ഞാൻ വിചാരിച്ച് നിങ്ങളെ ദോശയും കൂടെ ഒന്ന് ചുടുന്നതെന്ന് കാണിക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഞാൻ ഇച്ചിരി എണ്ണ തേക്കുന്നതുകൊണ്ട് എളുപ്പം ഇളകി വരും. അപ്പം നമ്മുടെ ദോശ ഒന്ന് റെഡിയാകും. എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ സമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ ഒന്ന് തിരുമ്മ. അപ്പം ഞാൻ ചിരവ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തേങ്ങ ഒന്ന് തിരുമ്മിയിട്ട് നമ്മുടെ ദോശ ഒന്ന് റെഡിയാവും. അപ്പം നമ്മുടെ ദോശയെല്ലാം ഞാൻ തിരിച്ചിട്ടു. അപ്പം ഞാൻ 2ാമത്തെ ദോശ കോരി ഒഴിക്കും. ഞാൻ ഈ കലം വെച്ചേക്കുന്നതുകൊണ്ട് ആ ദോശക്കല്ല് കാണാൻ വയ്യ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കലമിരിക്കും. നമുക്ക് കുറച്ച് ദോശ മതി. ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അരിയും കൂടെ നമുക്കങ്ങ് കഴുകി അടുപ്പയിലോട്ടിടാം. ഞാൻ ഇതുപോലുള്ള ഒരു കുടമുണ്ട്, ആ കുടത്തിലാണ് ഞാൻ അരി മേടിച്ച് അരിയിട്ട് വെച്ചത്. നമുക്ക് ഒരു ഗ്ലാസ് അരി എടുത്ത് അടുപ്പിടുന്നത്. ഞാനാണ് പാത്രം. അപ്പം നമ്മുടെ അരി എടുത്ത് വെച്ച് ഇനി നമുക്ക് അരി ഒന്ന് കഴുകി ഇഞ്ഞെടുക്കാം. നിർമ്മലിൻ്റെ അരിയായത് നാട്ടിൽ. അപ്പം വെള്ളം തിളച്ച് അരി ഒന്ന് കഴുകട്ട്. നമുക്ക് ഇതുപോലത്തെ പൈപ്പാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും പറയുന്നത് നല്ല പൈപ്പാണ്, പക്ഷേ എനിക്ക് വെള്ളം അങ്ങോട്ട് ശരിക്കൊന്നും വരാത്തതുപോലെ. നമ്മൾ ഈ മറ്റേ പൈപ്പിൽ ഉപയോഗിച്ച് ഈ പൈപ്പ് ഞാനൊന്ന് ഇളക്കിയതാണ് ഇത് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വേറെ പൈപ്പിന് ചോദിച്ചപ്പം ഭയങ്കര വില. അപ്പോൾ അവർ ഈ വെച്ച ആൾ പറയുന്ന ഇത് നല്ലതാണ്, ഇതാണ് നല്ലതെന്ന്. അതുകൊണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഇതിൽ തന്നെ വെള്ളം അരിയുടെ തിളയ്ക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അരിയും കൂടെ ഒന്ന് നല്ലോണം കഴുകി അടുപ്പയിലോട്ടൊന്നിടാം. അപ്പം നമ്മുടെ അരിയെല്ലാം കഴുകി നമ്മൾ വെള്ളം തിളക്കി അരി അങ്ങോട്ട് നമ്മുടെ അരി ഒന്ന് ചിരട്ടത്തവി എല്ലാം കഴുകിയിട്ട് ഇനി ഈ അരി ഇവിടെ കിടന്നു തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിനകത്ത് എടുത്തങ്ങ് വരാം. പിന്നെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 2 ദോശയും കൂടെ കോരി നമ്മുടെ ദോശ റെഡിയാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് തിരുമ്മും. അപ്പം നമ്മുടെ തേങ്ങ നമുക്ക് ഒന്ന് തിരുമ്മിയെടുക്കും. ഇവിടെ ഇരിക്കുന്ന ചിരവേ, അത് കാരണം ഞാൻ നമ്മുടെ തേങ്ങ ഒന്ന് തിരുമ്മും.
തേങ്ങ അല്ല, നമുക്ക് തിരുമ്മി ഒന്ന് എടുത്തിട്ട് നമ്മൾ തേങ്ങ തിരുമ്മുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദോശയും കൂടെ ഒന്ന് തിരിച്ചിടാൻ വന്നു. നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അപ്പം തേങ്ങ എല്ലാം തിരുമ്മി വെച്ചു, നമ്മുടെ അരിയെല്ലാം തിളച്ചു. പിന്നെ നമ്മൾ ഇവിടെ കുറേ തുണിയൊന്നും നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമുക്ക് എടുത്ത് അപ്പുറത്ത് ഇട്ട് കൊണ്ടുവെക്കും. അടുക്കി ഞാൻ വെച്ചിരുന്നതാണ്, അപ്പം അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ കുറേ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുവച്ചു. നമ്മുടെ അരിയെല്ലാം തിളച്ചിട്ടുണ്ട്. അരി നല്ലവണ്ണം തിളച്ച് നമ്മുടെ ദോശ നമ്മൾ ചുട്ട് കഴിയാറായി. ഇനി ഒരു 2 ദോശയും കൂടെ ചുട്ടാണ്. പിന്നെ നമ്മൾ തേങ്ങ തിരുമ്മി ഇവിടെ വെച്ച് ഇനി നമുക്ക് മിക്സിക്കകത്തുണ്ടായേക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചിട്ട് അപ്പം ഞാൻ അരിപ്പാട്ടമ്പലത്തിൽ നിന്ന് മേടിച്ചതാണ്. അതിന് ഇങ്ങനത്തെ ഒരു ഉപ്പ് വരണം. 150 രൂപ. അപ്പം ഇതേപോലെ 2 ഞാൻ മേടിച്ചത്. ഒരെണ്ണം ഇതും, പിന്നെ ഇത് ഞാൻ ഇപ്പുറത്തോട്ട് ഇടുന്നേണ്ട ഇതുപോലത്തെ ഒരെണ്ണം. 2നും 150 രൂപ വെച്ച്. ഇത് നമുക്ക് ഉറയൊക്കെ പാലൊക്കെ ഉറയൊഴിക്കാൻ, എന്തെങ്കിലും അച്ചാറൊക്കെ വെക്കാൻ, എന്തെങ്കിലുമൊക്കെ നല്ലതാണ് തിന്നി. ഇതെല്ലാം 2 ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ ആ തേങ്ങ മിക്സിക്കകത്തൊന്ന് ചമ്മന്തിയുടെ ഒന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ ദോശ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മാവിനെ അങ്ങ് അപ്പുറത്ത് തന്നെ വീട്ടിൽ കുടുംബത്ത് തന്നെ കൊണ്ടുവെക്കണം. ഇപ്പോൾ ഇവിടോട്ട് നമുക്ക് മാറ്റി കൊണ്ട് വെക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വരെ അരി നമ്മുടെ ഒരുവിധം തിളച്ച് വേവാറായി. ഇനി നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കണം. ദോശ ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചുട്ടു. പിന്നെ നമുക്ക് ഇപ്പം ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ദോശയ്ക്കൊന്ന് കടുക് വറക്കാം. അപ്പം ദോശയൊക്കെ നമ്മൾ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ദോശക്കല്ലിഞ്ഞ് മാറ്റി തീയും കെടുത്തി ദോശക്കല്ലിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ചമ്മന്തിയുടെ ഇങ്ങനെ അരയ്ക്കുമായിരുന്നു. ചമ്മന്തിയുടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് ചമ്മന്തിയുടെ അരച്ചെടുത്തോണ്ട് നമുക്ക് ചോറ് വാങ്ങി റൈസ് കുക്കറിനകത്തോട്ട് വെക്കും. അപ്പം നമുക്ക് നമ്മുടെ അരി വാങ്ങി നമ്മുടെ ഈ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പം ഞാൻ തീ അങ്ങ് കെടുത്തി അരി നല്ലെണ്ണം തിളച്ചിട്ട് നമുക്ക് അരി വാങ്ങി അങ്ങോട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ഒത്തിരി ഉപകാരപ്രദമാണ്. നല്ല അടിപൊളി സാധനം. അത് നമുക്കിനി ഇവിടെ ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്ക് പിന്നെ ചമ്മന്തിക്കുള്ള ഇച്ചിരി ഉള്ളി പൊളിച്ചൊന്ന് കടുക് വറക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറക്കാൻ ഉള്ളി ഇട്ടു. കരിയാപ്പിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ കരിയാപ്പിലയൊന്നും ഇല്ലത് കാരണം പിന്നെ കടുകും ഉള്ളിയും കൂടെ മാത്രം ഇട്ടാൽ നമ്മൾ കടുക് വറക്കും. നമ്മൾ ഡൽഹിയിലായിരുന്നപ്പോഴും പക്ഷേ നമുക്ക് കരിയാപ്പില ഉണ്ടായിരുന്നു. ഇപ്പം കരിയാപ്പിലയൊന്നും ഇല്ല. അപ്പം നമ്മുടെ തേങ്ങ ചമ്മന്തിയുടെ അങ്ങോട്ട് ഒഴിച്ചു ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു. ചട്ടണി എല്ലാം റെഡി. അപ്പം നമ്മുടെ ചട്ടണിയെല്ലാം നല്ല അടിപൊളി ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മുടെ ചമ്മന്തി എല്ലാം റെഡിയായി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഞാനാണ് വീഡിയോ ഒത്തിരി അങ്ങ് വലുതായി 10 മണിക്കൂർ മിനിറ്റൊക്കെ ആയി. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് ഒത്തിരി കാണിക്കാം, ഇന്നത്തെ ദിവസവും ഒന്നും കാണിക്കാം. എനിക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കാനൊന്നും അറിയത്തില്ല, അത് കാരണം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ അങ്ങ് ഇടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് രാവിലെ ഇപ്പം ഇവിടോട്ട് നമുക്ക് ദോശയൊന്ന് എടുക്കുന്നത്. അപ്പം ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഇതുപോലൊരു ഈ പിന്നെ കൗണ്ടർ പോലെ ഇങ്ങനെ ഉണ്ട്, അതേലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ അതേലിങ്ങനെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അവരുണ്ടാക്കി തന്നെ അത് വെറ്റ് കൗണ്ടർ. പിന്നെ നമ്മുടെ ദോശയും നമ്മളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു കാര്യമുണ്ട്, കട്ടൻ വെള്ളം അനത്തും. മറ്റേ നമുക്ക് അവിടെ ഈ ശീലമൊന്നും ഇല്ലാത്തതാണ്, നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം കട്ടൻ വെള്ളമൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും രാവിലെ കാപ്പിയൊക്കെ. ഇനി ഞാൻ കറി വെക്കുന്നത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം, ഞാൻ ഷോർട്ടായിട്ടിട്ട് കാണിക്കാം. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ദോശ രാവിലത്തെ ഒരുവിധമെല്ലാം പരിപാടി കഴിഞ്ഞ്. അപ്പം വീഡിയോ ഒത്തിരി വലുതാവുന്നത് കൊണ്ടാട്ടോ ഞാൻ ഉച്ചക്കലത്തെ ഒന്നും കാണിച്ചില്ല. അരിയും വെന്തിട്ടുണ്ട്, വേറെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കാപ്പി കുടിക്കാൻ പോകാം. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.